everyone, welcome to Franklin's Lectures, India's #1 engineering education platform. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കെമിസ്ട്രിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ സീരീസുമായിട്ടാണ്. നമ്മുടെ കീമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ സീരീസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്ററിലുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ജനറൽ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് വരുന്ന കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കീമിന് എപ്പോഴും ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അധികം കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ന്യൂക്ലിയോഫൈൽസ് ഈസ് ആൻ ആംബിഡെൻഡേറ്റ് ന്യൂക്ലിയോഫൈൽ? ഈ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ 5 ഓപ്ഷൻസിൽ ഏതാണ് ആംബിഡെൻഡേറ്റ് ന്യൂക്ലിയോഫൈൽ? ആംബിഡെൻഡേറ്റ് ന്യൂക്ലിയോഫൈൽസിനുള്ള ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ആദ്യം എന്താണ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്സ് അല്ലെങ്കിൽ ആംബിഡെൻഡേറ്റ് ന്യൂക്ലിയോഫൈൽസ് എന്ന് പറയുന്നത്? എന്താണ് ആംബിഡെൻഡേറ്റ് ന്യൂക്ലിയോഫൈൽസ് എന്ന് പറയുന്നത്? എന്താണ് ആംബിഡെൻഡേറ്റ് ന്യൂക്ലിയോഫൈൽസ്? അതായത് രണ്ട് സൈഡിൽ നിന്നും അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ന്യൂക്ലിയോഫൈൽസിനാണ് എന്തെന്ന് പറയാ? ആംബിഡെൻഡേറ്റ് ന്യൂക്ലിയോഫൈൽസ്. അതായത് സാധാരണ ന്യൂക്ലിയോഫൈൽസിനൊക്കെ ഒന്നെങ്കിൽ ഈ ഒരു O- അങ്ങനെയുള്ള അതിന്റെ ഏറ്റവും ഒറ്റ സൈഡിൽ ഇപ്പൊ CH3 ആണെങ്കിൽ ഈ ഒരു ഓക്സിജനും അതിലുള്ള ഈ ഓക്സിജന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ന്യൂക്ലിയോഫൈൽസിന് പോയി അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്സ് ആകുമ്പോഴോ അതിന്റെ രണ്ട് സൈഡിലും പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ രണ്ട് സൈഡിൽ നിന്നും അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ നമ്മൾ എന്തെന്ന് പറയാം? ആംബിഡെൻഡേറ്റ് ന്യൂക്ലിയോഫൈൽസ് എന്ന് പറയാം. അപ്പൊ ഇതിൽ ഏതാണ് ആംബിഡെൻഡേറ്റ് ന്യൂക്ലിയോഫൈൽസ് എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കാം. CH3 കൊണ്ട് പ്രത്യേകത ഇതിന് ഓക്സിജന്റെ സൈഡിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതെന്തല്ല, അതൊരു ന്യൂക്ലിയോഫൈൽ, അതായത് ആംബിഡെൻഡേറ്റ് ന്യൂക്ലിയോഫൈൽ അല്ല. HO- അതിനും ഈ O- സൈഡിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതെന്തല്ല, ആംബിഡെൻഡേറ്റ് ന്യൂക്ലിയോഫൈൽ അല്ല. CH3CO- ആണ് എടുത്തിട്ടുണ്ടെങ്കിലും ഈ O- മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു സൈഡിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അതും എന്തല്ല, ആംബിഡെൻറ്റ് ന്യൂക്ലിയോഫൈൽ അല്ല. H2 എടുക്കുമ്പോൾ H2 എന്ന കേസിൽ അങ്ങനെ തന്നെയാണ്. അതെന്താണ്, ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയോഫൈൽ ആണ്. അതിനും എന്താ പറ്റുള്ളൂ? ഒറ്റ സൈഡിൽ നിന്ന് മാത്രമേ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ CN- കേസിൽ CN- എന്ത് ചെയ്യാൻ പറ്റും? N- അതുപോലെ തന്നെ Cക്കും എന്ത് ചെയ്യാൻ പറ്റും? രണ്ടിനും എന്ത് ചെയ്യാൻ പറ്റും? അറ്റാക്ക് ചെയ്യാൻ പറ്റും. രണ്ട് സൈഡിൽ നിന്നും അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ആംബിഡെൻറ്റ് ന്യൂക്ലിയോഫൈൽസിൽ ഈ CN- എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് സൈഡിൽ നിന്നും അറ്റാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒറ്റ സൈഡിൽ നിന്ന് മാത്രമേ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഏതാണ്? CN- ആണ്. അതുപോലെയുള്ള വേറൊരു ആംബിഡെൻറ്റ് ന്യൂക്ലിയോഫൈൽ ആണ് SCN-. ഓക്കെ, NC-. ഇതൊക്കെ എന്താണ്? മറ്റ് ന്യൂക്ലിയോഫൈൽസ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ആംബിഡെൻറ്റ് ന്യൂക്ലിയോഫൈൽസിന്റെ ഒരു എക്സാമ്പിൾ CN- ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് ദ ഫോളോവിങ് കാർബോകാറ്റയോൺ. അപ്പം 3 കാർബോകാറ്റയോൺസ് കൊടുത്തിട്ടുണ്ട്. ഈ കാർബോകാറ്റയോൺസിന്റെ ഡിക്രീസിംഗ് ഓർഡർ, സ്റ്റെബിലിറ്റിന്റെ ഡിക്രീസിംഗ് ഓർഡറിൽ അവർ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു നോക്കാം. CH3 thrice C+, CH3 twice C, CH2+, CH3 CH+, CH2 CH3. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാവും, ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൽ ഏതൊക്കെയോ ടെർഷ്യറി ആണ്, ഏതൊക്കെയോ പ്രൈമറി ആണ്, സെക്കൻഡറി ആണ്. അപ്പൊ അതിൽ ഏതാണ് ടെർഷ്യറി, പ്രൈമറി, സെക്കൻഡറി ഇത് കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മുടെ ഫസ്റ്റത്തെ ആളാരാണ്? ഫസ്റ്റത്തെ ആള് ടെർഷ്യറി ആണ്. സെക്കൻഡത്തെ ആളെ നോക്കാം. സെക്കൻഡത്തെ ആളെ നോക്കുന്ന സമയത്ത് എന്താണ്? ഇവിടെ എന്താണ്? CH2 ആണ് അല്ലെ? CH2 C ആണ് ഇവിടെ കാണുന്നത്. അപ്പൊ എന്താണ്? പ്രൈമറി ആണ്. ഓക്കെ, ഇതെന്താണ്? ഇത് പ്രൈമറി ആണ്. ഇപ്പൊ ഇത് നോക്കാം, ഇത് രണ്ട് ഇടയിലാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഇതെന്താണ്? ഇതൊരു സെക്കൻഡറി ആണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമ്മുടെ സ്റ്റെബിലിറ്റിന്റെ ഓർഡർ എന്ന് പറയുന്നത് നോക്കാം. ഫസ്റ്റ് പ്രൈമറി ആണ്. അത് 3 ആൽക്കൈൽ ഗ്രൂപ്പിനെ വെച്ച് എന്താണ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 കാണുന്നുള്ളൂ അല്ലേ? ഇവിടെ നോക്കാം, ഇവിടെ ഇവിടെ ഈ CH2+ അടുത്ത് എന്താണ്? ആകെ ഒരാളെ കാണുന്നുള്ളൂ. പക്ഷെ ഇവിടെ നോക്കാം, ഇതിന്റെ അടുത്ത് 2 ആൾക്കാരുണ്ട് അല്ലേ? ഇവിടെയും ഒരു ടീമുണ്ട് അല്ലെ? ഈ CH+ന്റെ ആ ഒരു ന്യൂക്ലിയോഫൈലിന്റെ ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാളുണ്ട്. അപ്പൊ 2 ഉണ്ട്. മറ്റേതോ ഈ CH+ന്റെ അടുത്ത് നോക്കുമ്പോഴോ അവിടെ ഒരാളെ കാണുന്നുള്ളൂ. അപ്പൊ ഇത് ടെർഷ്യറി, ഇത് പ്രൈമറി, ഇത് സെക്കൻഡറി. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ സ്റ്റെബിലിറ്റിന്റെ ഓർഡർ നോക്കാം. ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി ഓർഡർ ഇമ്പോർട്ടന്റ് ആണ്. ഓർഡർ ഓഫ്
സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ടെർഷ്യറി, സെക്കൻഡറി, പ്രൈമറി, ഇങ്ങനെയാണ് എന്ത് ഇവരുടെ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി. ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള ആൾ ടെർഷ്യറി ആയിരിക്കും, പിന്നെ സ്റ്റേബിൾ ആയിട്ടുള്ളത് സെക്കൻഡറി, പിന്നെ കുറഞ്ഞ സ്റ്റേബിൾ ആയിട്ടുള്ള ആളാണ് നമ്മുടെ പ്രൈമറി എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും സ്റ്റെബിലിറ്റി കൂടിയ ആളാണ് ടെർഷ്യറി ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ ടെർഷ്യറിക്ക് ആയിരിക്കണം നമ്മൾ ഇമ്പോർട്ടൻസ്. അപ്പൊ ടെർഷ്യറി വരുന്നത് ഫസ്റ്റ് ആൾ വരുന്നത് ആരൊക്കെയാണ്? ഇത് രണ്ടാണ്. അപ്പൊ ഒന്നെങ്കിൽ ഡിഒ ഇഒ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ സെക്കൻഡറിക്കാണ് പിന്നെ സ്റ്റെബിലിറ്റി കൂടുതൽ. പിന്നെ സ്റ്റെബിലിറ്റി കൂടുതൽ സെക്കൻഡറി ആണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തത് വരുന്നത് ഇതാണ്, പിന്നെ 2. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ അതിന്റെ ഓർഡർ പഠിച്ചു വെക്കുക. കാർബോകാറ്റയോൺസിന്റെ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ആൾ ടെർഷ്യറി, പിന്നെ കുറഞ്ഞ ആൾ സെക്കൻഡറി, പിന്നെ ഏറ്റവും കുറഞ്ഞ സ്റ്റേബിൾ ആയിട്ടുള്ള ആൾ എന്ന് പറയുന്നത് പ്രൈമറി ആയിരിക്കും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം. Out of the following isomeric alcohols containing 5 carbon atoms, the alcohol that exhibit optical isomers. അപ്പൊ 5 എന്ത് കൊടുത്തിട്ടുണ്ട്? ആൽക്കഹോൾസ് കൊടുത്തിട്ടുണ്ട്. ഈ 5 ആൽക്കഹോൾസിൽ ഏതാണ് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്നത്? ഒപ്റ്റിക്കൽ ഐസോമറിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവർ കൈറാൽ ആയിരിക്കണം. ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ഒരു കൈറാൽ കാർബൺസ് ആയിരിക്കണം. കൈറാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കണം? ഒരു കാർബണിന് ചുറ്റും എന്ത് വേണം? ഒരു ബ്രാഞ്ച്. ഈ ബ്രാഞ്ചിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും എന്തായിരിക്കണം? ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാവണം. ഒരേപോലത്തെ ആൾക്കാർ ഇങ്ങനെ വരാൻ പാടില്ല. എല്ലാവരും എന്തായിരിക്കണം? എ ബി സി ഡി ഇവർ എല്ലാവരും ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാവണം. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്തെന്ന് പറയാ? കൈറാൽ കാർബൺ. ആ കൈറാൽ കാർബൺസ് ആണ് എന്ത് കാണിക്കുക? ഒപ്റ്റിക്കൽ ഐസോമറിസം. ഒപ്റ്റിക്കൽ ഐസോമറിസം എന്ന് പറഞ്ഞ ഒരു ജോമെട്രിക്കൽ ഐസോമറിസത്തിന് ഒരു എക്സാമ്പിൾ ആണ് വരുന്നത് ഒപ്റ്റിക്കൽ ഐസോമറിസം. ഓക്കെ, അത് നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഇത് എന്താണ്? 1 പെൻറ്റനോൾ. പെൻറ്റൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 5 ആണ് അല്ലേ? 1 പെൻറ്റനോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? CH3, CH2, 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 CH2OH അല്ലേ? ഇതാണ് എന്ത്? 1 പെൻറ്റനോൾ. ഈ 1 പെൻറ്റനോൾ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് അല്ലെ, ഇതിലൊരു കാർബൺ നമ്മളിപ്പോ ഈ ഒരു കാർബൺ സെന്റർ കാർബൺ ആക്കിയെന്ന് വിചാരിക്കുക. അപ്പൊ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത്? ഇതിനെന്തില്ല? ഇതിന് കൈറാൽ കാർബണേ ഇല്ല അല്ലെ? ഇതിനൊരു കൈറാൽ കാർബണേ ഇല്ല. അപ്പൊ ഇതല്ല, ഇറ്റ്സ് നോട്ട് ഹാവ് എന്ത്? കൈറാൽ കാർബൺ അല്ലെ? ഇതിനൊരു കൈറാൽ കാർബൺ കാണിക്കാൻ കൂടി ഇല്ല. കാരണം എല്ലാം ഒരേപോലെ CH2 ആണ്. അപ്പൊ ഇതിനെന്ത് പറ്റൂല? ഇതിനെന്ത് കാണിക്കൂല? ഇതിനെന്തായാലും ഒപ്റ്റിക്കൽ ഐസോമർ ഇല്ല. അപ്പൊ ഇതെല്ലാന്ന് കിട്ടി. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഇത് എന്താണ്? 2 പെൻറ്റനോൾ. നെക്സ്റ്റ് ഇതാളാണ് 2 പെൻറ്റനോൾ. 2 പെൻറ്റനോൾ എങ്ങനെ വരയ്ക്കാം? CH3, CHOH, CH2, CH2, CH3. ഇത് നോക്ക്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ കൈറാൽ കാർബൺ ഇല്ലേ? ഉണ്ട്. കാരണം എന്താണ്? ഈ ഒരു സൈഡിൽ CH2, CH2, CH3, ഇവിടെ OH. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു Hന് നമുക്ക് ഇങ്ങനെ എഴുതാം? CH എന്ന് എഴുതാൻ പറ്റും അല്ല? ഇപ്പൊ നോക്ക്, ഇതാണ് നമ്മുടെ സെൻട്രൽ കാർബൺ എന്നുണ്ടെങ്കിൽ ഇതിന്റെ 4 സൈഡിലും ആരാണ്? ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെ? ഒരു സൈഡിൽ OH ആണ്, ഒരു സൈഡിൽ H ആണ്, ഒരു സൈഡിൽ CH3 ആണ്, മറ്റേ സൈഡിലോ CH2, CH3. അതായത് നമ്മുടെ ഈ ഒരു കാർബൺ കൈറാൽ കാർബൺ ആണ്. ചുറ്റുള്ള ആൾക്കാരും ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതെന്താണ്? ഇതൊരു കൈറാൽ കാർബൺ ആണ്. സോ ഇറ്റ് വിൽ എന്താണ്? എക്സിബിറ്റ്. ഇതെന്താണ്? കൈറാൽ ആണ്. സോ എക്സിബിറ്റ് എന്ത്? ഒപ്റ്റിക്കൽ ഐസോമറിസം അല്ലേ? എന്താ? കൈറാൽ കാർബൺസ് മാത്രമേ എന്ത് കാണിക്കുള്ളൂ? ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലായി ഇയാൾ എന്താണ്? കൈറാൽ ആണ്. കാരണം ആ ഒരു സെൻട്രൽ കാർബണിന് ചുറ്റുള്ള ആൾക്കാർ എന്താണ്? ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ എന്താണ്? കൈറാൽ ആണ്. അതുകൊണ്ട് തന്നെ ഇവരെന്ത് കാണിക്കും? ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കും. അപ്പൊ നമ്മൾ ആൻസർ കിട്ടി 2 പെൻറ്റനോൾ ആണെന്ന് അല്ലെ? ഇനി ബാക്കി നോക്കാം. ബാക്കി നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അവിടെ ആൻസർ കിട്ടി അവിടെ സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ നമുക്ക് എന്താ ചെയ്യാം? ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. 3 പെൻറ്റനോൾ. 3 പെൻറ്റനോൾ എങ്ങനെ വരാം? 3 പെൻറ്റനോൾ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ആ OH ഗ്രൂപ്പ് 2ലുള്ളത് എന്ത് ചെയ്യും? ഇതിൽ 3ക്ക് ചാടും അല്ലെ? അപ്പൊ എന്ത് വരും? CH3, CH2, CHOH, CH2, CH3. ഇത് നോക്കൂ. ഇവിടെ 2 സൈഡിലും എന്താണ്? CH3, CH2 ആണ്. രണ്ടും സെയിം ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവർ കൈറാലാണോ? അല്ല, ഇവര് കൈറാലല്ല. കാരണം എന്താണ്? 2 സൈഡിലും ഒരേപോലത്തെ ആൾക്കാരാണ് അല്ലേ? ഇതെന്താ? ഇറ്റ്സ് നോട്ട് കൈറാൽ. കൈറാൽ അല്ലെങ്കിൽ ഇവരെന്ത് കാണിക്കൂല? ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കൂല. നെക്സ്റ്റ് ഓപ്ഷൻ കൂടി ഒന്ന് നോക്കാം.
നമുക്ക് ഓൾറെഡി ആൻസർ കിട്ടി, പക്ഷെ നമ്മൾ വെറുതെ നമ്മൾ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് നോക്കണം. 2-methyl 2-butanol അല്ലെ, 2-methyl 2-butanol നോക്കാം. 2-methyl 2-butanol അല്ലെ, 2-methyl 2-butanol. അതെന്ത് വരും? 2-methyl 2-butanol എന്ത് വരും? CH3OH CH2 CH3. ഇത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണ് പ്രശ്നം. 2 CH3 വരുന്നുണ്ട് അല്ലെ. ഈ ഒരു കാർബൺ, ഈ ഒരു സെൻട്രൽ കാർബണിന്റെ ചുറ്റും ഒരേപോലത്തെ 2 ആൾക്കാർ CH3 വന്നു. അപ്പൊ ഇവരെന്തല്ല, they are not chiral. കാരണം എന്താണ്, നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് വേണ്ടത്, പക്ഷെ ഇവരെന്താണ്, ഇവർ രണ്ടും ഒരേപോലത്തെ ആൾക്കാരാണ് ഇതിലുള്ളത് അല്ലെ. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം. നെക്സ്റ്റ് ഒന്നുകൂടി നോക്കാം. നെക്സ്റ്റ് എന്താണ്? 2,2-dimethyl. ആ പേര് തന്നെ ഉണ്ട് 2,2-dimethyl. അതായത് രണ്ടിലും ഡൈമീഥൈൽ എന്താണ്, രണ്ടിലും എന്തുണ്ട്? 2,2-dimethyl എന്ന് പറയുമ്പോൾ എന്താണ്? CH3 ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി, ഇങ്ങോട്ട് വരക്കേണ്ട ആവശ്യമില്ല, രണ്ടും ഒരേപോലത്തെ ആൾക്കാരാണ്. അപ്പൊ നമുക്കറിയാം ഇതും എന്തല്ല, തെറ്റാണ്. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കണമെങ്കിൽ ഓർത്ത് വെക്കുക, കൈറാൽ കാർബൺ ഉണ്ടാവണം. ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കണമെങ്കിൽ എന്ത് വേണം? കൈറാൽ കാർബൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു കാർബണിന്റെ ചുറ്റുള്ളതായിരിക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആയിരിക്കണം. ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെന്താവുള്ളൂ? കൈറാൽ ആവുള്ളൂ. കൈറാൽ ആയി കഴിഞ്ഞാൽ മാത്രമേ അവരെന്ത് കാണിക്കുള്ളൂ? ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുള്ളൂ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താണ്? വിച്ച് വൺ ഓഫ് ദ among the following cannot exhibit enantiomerism. Enantiomerism നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കൈറാൽ കാർബൺസ് കാണിക്കുന്നത് തന്നെയാണ് എന്ത്? enantiomerism. അവരെന്താണ്? നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആണ്. അവർ രണ്ടും എന്താണ്? മിറർ ഇമേജസ് ആണ്. ഇങ്ങനെ രണ്ടും മിറർ ഇമേജസ് ആണ്. പക്ഷെ അവരെ നമുക്ക് എന്ത് പറ്റില്ല, ഇങ്ങനെ സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ പറ്റൂല, അവരെ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്യാൻ പറ്റൂല, അവരെ ഇങ്ങനെ ആയിരിക്കും കാണാം. ഓക്കെ, ഇങ്ങനെയുള്ള മിറർ ഇമേജസ് ആയിരിക്കും ആര്? enantiomers എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവരെന്താണ്? മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ആണ്. പക്ഷേ enantiomers എന്തല്ല, ഒപ്റ്റിക്കൽ ഐസോമറിസത്തിന് എക്സാമ്പിൾ അല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്ക്, ഇവരിങ്ങനെ സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ പറ്റാത്ത മിറർ ഇമേജസ് ആണ് enantiomers എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വേറെ കൈറാൽ കാർബൺസ് തന്നെയാണ് എന്ത്? enantiomers എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ enantiomers ഒരു ഒപ്റ്റിക്കൽ ഐസോമറിസത്തിന് പറയാൻ പറ്റുന്നതാണ്. ഇവരെന്താണ്? കൈറാൽ കാർബൺസ് തന്നെയാണ് എന്ത്? enantiomers. ഓക്കെ, enantiomers എന്താണ്? കൈറാൽ കാർബൺസ് മാത്രമേ enantiomerism കാണിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഡൈഫിനൈൽ മെഥനോൾ. ഡൈഫിനൈൽ, ആ പേര് തന്നെ ഉണ്ട് ഡൈഫിനൈൽ അല്ലേ. ഡൈഫിനൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനൈൽ എന്ന് പറഞ്ഞാൽ C6H5. ഇപ്പൊ ഡൈ എന്ന് പറഞ്ഞാൽ 2 എണ്ണം, പിന്നെന്താ? മെഥനോൾ അല്ലേ. ഡൈഫിനൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേപോലത്തെ ആൾക്കാർ. ഡൈഫിനൈൽ രണ്ടും C6H5 2 പ്രാവശ്യം വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അല്ലേ? CH6H5CHOH ആണ് നമ്മുടെ ഡൈഫിനൈൽ. അപ്പൊ ഇതിൽ ഈ ഒരു കാർബണിന്റെ സൈഡിൽ നോക്കാം, ഇവിടെ എന്താണ്? H വന്നു, ഇവിടെ OH വന്നു, ഇവിടെ C6H5 വന്നു, ഇവിടെ എന്ത് വന്നു? C6H5 വന്നു. ഇതാണ് എന്ത്? നമ്മുടെ ഡൈഫിനൈൽ വരുന്നത് അല്ലേ. ഡൈഫിനൈലിന്റെ നോക്കാം, C6H5 വന്നു. അപ്പൊ എന്താണ്? ഇത് രണ്ടും സെയിം ആയിട്ടുള്ള ആൾക്കാരാണ്. ഡൈഫിനൈലിന്റെ കേസിൽ എന്താണ്? ഇത് രണ്ടും സെയിം ആണ് അല്ലെ. ഡൈഫിനൈൽ മെഥനോളിന്റെ കേസ് എടുത്ത് നോക്കുമ്പോൾ എന്താണ്? രണ്ടും ഒരേപോലത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെന്ത് കാണിക്കൂല? അവര് കൈറാൽ കാർബൺസ് അല്ല. കൈറാൽ കാർബൺസ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തല്ല? അവർ enantiomers അല്ല. അപ്പൊ എന്താണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കനോട്ട് എക്സിബിറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണ്? എക്സിബിറ്റ് ചെയ്യാത്ത ആള്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റ് ആണ്. ഇയാൾ എന്തില്ല? ഇയാൾ കൈറാൽ കാർബൺ അല്ല, അതുകൊണ്ട് ഇവരെന്തല്ല? enantiomerism കാണിക്കുന്നില്ല. നെക്സ്റ്റ് ഇതൊക്കെ എക്സാമ്പിളുകൾക്ക് വെറുതെ നോക്കാം. എന്താണ് നെക്സ്റ്റ് എക്സാമ്പിൾ? 1-bromo 2-chloro 2-chlorobutane. 1-bromo 2-chlorobutane ആണ് നെക്സ്റ്റ് എക്സാമ്പിൾ. അപ്പൊ എന്തായാലും ഒന്നാമത്തെ കാർബണിൽ എന്തുണ്ട്? ഒരു ബ്രോമോ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ, CH2Br അല്ലേ. നെക്സ്റ്റ് ഇത്തയിൽ എന്തുണ്ട്? ഒരു Cl ഉണ്ട്, പിന്നെന്താണ്? ബ്യൂട്ടേൻ CH2CH3 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ കൈറാൽ കാർബൺ ഇതാണ് അല്ലെ, നമ്മുടെ സെൻട്രൽ കാർബൺ ഇതാണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ മനസ്സിലാവും എന്താണ് ഒക്കെ ഡിഫറെന്റ്. ഇവിടെ CH2CH3, ഈ ഒരു കാർബണിൽ Cl ആണ്, ഈ ഒരു സൈഡിലോ Cl ആണ്, ഇവിടെ Br CH2 ആണ്. അപ്പൊ എല്ലാവരും ഡിഫറെന്റ് ആണ്. അപ്പൊ ഇവരെന്താണ്? ഇവരും ഡിഫറെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇവര് കൈറൽ ആണ്. അപ്പൊ എന്താണ്? എക്സിബിറ്റ് enantiomerism. അപ്പൊ ഇവരെന്ത് കാണിക്കും? enantiomers ആണ്. ഇവർ enantiomers ആണ്. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം അല്ലെ, 2-butanol. 2-butanol എന്ത് വരും നോക്കാം. 2-butanol
2 ബ്യൂട്ടനോൾ എന്ന് പറയുമ്പോൾ എന്താണ് രണ്ടാമത്തെ കാർബണിൽ എന്തുണ്ടാവും OH ഗ്രൂപ്പ് ഉണ്ടാകും. CH3 CHOH CH2 CH3 അല്ലേ? ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താ 4 ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ ഇവരും എന്താണ് കൈറലാണ്. അതപ്പോ കൈറലാണെങ്കിൽ ഇവരെന്ത് കാണിക്കും എനാൻഷ്യോമേഴ്സ് ആണ്. കൈറലാണ്, അതുകൊണ്ട് തന്നെ ഇവരെന്താണ് എനാൻഷ്യോമേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താണ് ടെർട്ടറിക് ആസിഡ്. ടെർട്ടറിക് ആസിഡിന് എന്തുണ്ട് ലീവോ ഫോം ഉണ്ട്, ഡെക്സ്ട്രോ ഫോം ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്താണ് അവര് എനാൻഷ്യോമേഴ്സ് ആണ്. ടൈറ്ററിക് ആസിഡിന് എന്തുണ്ട് ലീവോ ഫോം ഉണ്ട്, ഡെക്സ്ട്രോ ഫോം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെന്താണ് ഇവര് എനാൻഷ്യോമേഴ്സ് ആണ്, കൈറലാണ്. നെക്സ്റ്റ് 1,2-ഡൈക്ലോറോബ്യൂട്ടേൻ. 1,2-ഡൈക്ലോറോബ്യൂട്ടേന്റെ നോക്കാം. ബ്യൂട്ടൈൻ. അപ്പൊ എന്താണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും കാർബണിൽ എന്ത് ക്ലോറിൻ ഗ്രൂപ്പ് വന്നു. അപ്പൊ നോക്കാം CH2Cl CHCl CH2 CH3 കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണ് ഇവിടെ CH2Cl ആണ്, ഇവിടെ ഒരു Cl, ഇവിടെ H, ഇവിടെ CH2CH3. അപ്പൊ എന്താണ് 4 പേരും ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ ഇവരെന്താണ് കൈറലാണ്. ഇവരെന്താണ് കൈറലാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവരെന്താണ് എനാൻഷ്യോമേഴ്സും കൂടിയാണ്. ഓക്കെ, ക്ലിയർ അല്ല? അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഡൈഫിനൈൽ മാത്രമേ ഉള്ളൂ ഇതില് എന്തായിട്ട് വരുന്നത് എനാൻഷ്യോമർ അല്ലാത്ത ആളായിട്ട് വരുന്നത്. ബാക്കി എല്ലാവരും എന്താണ് എനാൻഷ്യോമേഴ്സ് ആണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താണ് ദ മോളിക്യൂൾ ദാറ്റ് കണ്ടെയ്ൻ ഓൺലി sp2 ഹൈബ്രിഡ് കാർബൺ ആറ്റം. ഈ 5 ഓപ്ഷൻ ആയിട്ടുണ്ട്. ഇതിൽ sp2 ഹൈബ്രിഡ് കാർബൺ കാണിക്കുന്നത് ഇതിൽ ഏത് മോളിക്യൂളിലാണെന്നാണ് ക്വസ്റ്റ്യൻ. sp2 ഹൈബ്രിഡ് കാർബൺ അവരുടെ എന്തായിരിക്കണം ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കണം sp2 ആയിരിക്കണം. sp2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CH ഉള്ള ആളാണ് sp2. CH3 ആണെന്നുണ്ടെങ്കിൽ അവരെന്തായി sp3 ആണ്. C ട്രിപ്പിൾ ബോണ്ട് N ആണെന്നുണ്ടെങ്കിൽ അവരെന്തായി മാറി sp ആയിട്ട് മാറി. ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. ഐസോപ്രീൻ എന്ത് വരും നോക്കാം. ഫസ്റ്റത്തെ ഓപ്ഷൻ ആണ് എന്ത് ഐസോപ്രീൻ. ഐസോപ്രീന്റെ സ്ട്രക്ചർ എടുത്ത് നോക്കാം. ഐസോപ്രീന്റെ സ്ട്രക്ചറിൽ എന്താണ് CH എന്താണ് sp2 ആണോ sp3 ആണോ നോക്കാം. CH2 ഡബിൾ ബോണ്ട് CH3 എന്ത് വരും CH ഡബിൾ ബോണ്ട് CH2. ഇതാണ് എന്ത് നമ്മുടെ ഐസോപ്രീൻ എന്ന് പറയുന്ന ആള് അല്ലെ. അപ്പൊ ഈ ഐസോപ്രീൻ നോക്കുന്ന സമയത്ത് എന്തുണ്ട് ഐസോപ്രീനിൽ ഡബിൾ ബോണ്ട് ഒക്കെ കാണുന്നുണ്ട്, CH2 ഉണ്ട്. പക്ഷെ ഈ CH3 കാരണം ഇവരെന്തായി മാറി ഇയാള് sp3 ആയി മാറി. ഇയാൾ എന്താണ് sp3 ആണ്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഓപ്ഷൻ ആരാണ് അക്രിലോനൈട്രൈൽ. അക്രിലോനൈട്രൈൽ നോക്കി നോക്കാം. അക്രിലോനൈട്രൈൽ. ഓക്കെ, അക്രിലോനൈട്രൈൽ എടുക്കുന്ന സമയത്ത് എന്ത് വരും നോക്കാം. CH2 ഡബിൾ ബോണ്ട് CH ഡബിൾ സിംഗിൾ ബോണ്ട് C ട്രിപ്പിൾ ബോണ്ട് N. നൈട്രൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ C ട്രിപ്പിൾ ബോണ്ട് N എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവര് നൈട്രൈൽ ആണ്. അവരെന്താണ് C ട്രിപ്പിൾ ബോണ്ട് N എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താണ് അവർ നൈട്രൈൽ ഗ്രൂപ്പ് ആണ്. ഓർത്ത് വെക്കുക. C ട്രിപ്പിൾ ബോണ്ട് N എന്ന് പറഞ്ഞാൽ അവർ നൈട്രൈൽ ആണ്. C ട്രിപ്പിൾ ബോണ്ട് N വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ C ട്രിപ്പിൾ ബോണ്ട് N വന്നു കഴിഞ്ഞാൽ അവരെന്തായി മാറി sp ഹൈബ്രിഡ് ആയിട്ട് മാറി. അവരെന്തായി മാറി sp ഹൈബ്രിഡ് ആയി. അപ്പൊ എന്തെല്ലാം നമ്മുടെ അക്രിലോനൈട്രൈലും അല്ല. ഇനി നെക്സ്റ്റ് ബ്യൂട്ട് 1 നോക്കി നോക്കാം. ബ്യൂട്ട് 1 ബ്യൂട്ട് 1 എന്ത് വരും നോക്കാം. ബ്യൂട്ട് 1 എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ഫസ്റ്റത്തേലാണ് എന്ത് വരിക ഡബിൾ ബോണ്ട് വരിക. CH2 ഡബിൾ ബോണ്ട് CH2 CH3. അപ്പൊ ഇതിന്റെ എന്താണ് ഇതിന്റെ ലാസ്റ്റ് ഫൈനൽ സെഷനിൽ CH2 CH3. ഈ ഒരു CH3 കാരണം ഇയാൾ എന്തായി മാറി CH3 ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഓർത്ത് വെക്കുക അവരെന്താണ് അവർ sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ നോക്കി നോക്കാം. 1,3-ബ്യൂട്ടഡൈൻ. 1,3-ബ്യൂട്ടഡൈൻ എന്താ വരെ നോക്കാം. 1,3-ബ്യൂട്ടഡൈൻ. അപ്പൊ 1,3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ ഡബിൾ ബോണ്ട് വരും അല്ലേ. ഒന്നാമത്തേലും വരും 1,3 ഇനി 3യിലും വരും, ഇവിടെയും വരും അല്ലെ. 1ലും 3ലും എന്ത് വരും ഡബിൾ ബോണ്ട് വരും. ഓക്കെ, അപ്പൊ ഇത് നോക്കുന്ന സമയത്ത് ഇവരിൽ sp3 അവർ എന്തെങ്കിലും CH3 ഗ്രൂപ്പ് ഉണ്ടോ? സോറി, ഇവിടെ CH2 ആണ് അല്ലേ. എന്നാലേ നമ്മൾ കോൺഫിഗറേഷൻ കറക്റ്റ് ആവുള്ളൂ അല്ലേ. CH2 ആണ്. നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്തില്ല ഇതിലെന്തില്ല SCH3 ഗ്രൂപ്പ് ഇല്ല.
അതുപോലെ തന്നെ സി ട്രിപ്പിൾ ബോണ്ട് എൻ ഉണ്ടോ? അവരൊന്നുമില്ല. CH3 ഗ്രൂപ്പോ സി ട്രിപ്പിൾ ബോണ്ട് എന്നോ ഇല്ലെങ്കിൽ മനസ്സിലാക്കുക ഇവരെന്താണ്? ദേ ആർ sp2 ഹൈബ്രിഡ് ആണ്. 2 ഡബിൾ ബോണ്ട് ആണ് വന്നിട്ടുള്ളത് അല്ലെ. 2 ഡബിൾ ബോണ്ട് അറ്റാച്ച് ചെയ്ത കാർബണും 2 ഡബിൾ ബോണ്ടിന് അറ്റാച്ച് ചെയ്ത കാർബൺസും ആണെന്നുണ്ടെങ്കിൽ അവരെന്താണ്? അവർ sp2 ഹൈബ്രിഡ് ആണ്. ഈ എല്ലാ കാർബണും എന്താണ്? ഇതിലുള്ള ഈ 4 കാർബണും എന്താണ്? ഈ കാർബൺ ആണെങ്കിലും ഈ കാർബൺ ആണെങ്കിലും ഈ കാർബൺ ആണെങ്കിലും ഈ കാർബൺ, അപ്പൊ ഈ 4 കാർബൺ എന്താണ്? ഡബിൾ ബോണ്ട് വെച്ചൊരു അറ്റാച്ച്മെന്റ് ഉള്ള ആൾക്കാരാണ്. ഈ 4 കാർബൺസിനും എന്തുണ്ട്? ഡബിൾ ബോണ്ട് വെച്ചൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ഈ ഡബിൾ ബോണ്ട് അറ്റാച്ച്മെന്റ് ഉള്ള ആൾക്കാർക്ക് എന്താവാൻ പറ്റുള്ളൂ? sp2 ഹൈബ്രിഡ് ആവാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കുന്ന സമയത്ത് ഈ 4 കാർബൺസിന് എന്തുണ്ട്? ഡബിൾ ബോണ്ട് വെച്ചൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇതൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ 2 കാർബണിന് മാത്രമേ അറ്റാച്ച്മെന്റ് ഉള്ളൂ. ഇവർക്കൊന്നും ഒന്നുമില്ല, ഡബിൾ ബോണ്ട് വെച്ചൊരു പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടെ എടുക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് അല്ലേ. ഇവിടെ ഇവർക്ക് ഒരു ബ്രാഞ്ച് വരുന്നുണ്ട് CH3 എന്ന്. ഇവര് sp3 ആയിട്ട് മാറി. അപ്പൊ എന്താണ്? ഒരു ഡബിൾ ബോണ്ട് വെച്ചൊരു അറ്റാച്ച്മെന്റ് വേണം, എന്നാലേ അവരെന്തായിട്ട് മാറുള്ളൂ? sp2 ആയിട്ട് മാറുള്ളൂ. അപ്പൊ ഇയാൾക്ക് മാത്രമേ എന്തുള്ളൂ? ആ ഒരു അറ്റാച്ച്മെന്റ് കാണുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും എന്തില്ല? ആ ഒരു അറ്റാച്ച്മെന്റ് ഇല്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഓപ്ഷൻ കൂടി നമുക്ക് നോക്കാം. നെക്സ്റ്റ് എന്താണ്? ഐസോബ്യൂട്ടീൻ എന്ത് വരും നോക്കാം. ഐസോബ്യൂട്ടീന്റെ സ്ട്രക്ചർ ഒക്കെ വരച്ചു നോക്കാം. CH3 twice C ഡബിൾ ബോണ്ട് CH2. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവിടെ CH3 ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. രണ്ട് CH3 ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഇവരെന്താണ്? ഇവർ സ്വാഭാവികമായിട്ട് ഇവരെന്തായി മാറി? sp3 ഹൈബ്രിഡ് ആയിട്ട് മാറി. അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആരാണ്? 1,3 ബ്യൂട്ടഡൈൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. 1,3 ബ്യൂട്ടഡൈൻ ആണ് എന്ത് നമ്മുടെ ആൻസർ. ബാക്കി എല്ലാവരും എന്താണ്? sp2 sp3യും sp ഹൈബ്രിഡ് ഒക്കെയാണ്. അപ്പൊ എങ്ങനെയാണ് ഹൈബ്രിഡ് കണ്ടെടുക്കാൻ? മനസ്സിലായില്ല. ഹൈബ്രിഡ് കാർബൺ എങ്ങനെ കണ്ടെടുക്കാൻ ക്ലിയർ ആയില്ലേ? ഓക്കെ, sp2 ആണെന്നുണ്ടെങ്കിൽ എന്താണ്? എല്ലാ കാർബൺസിനും എന്ത് വേണം? ഡബിൾ ബോണ്ട് വെച്ചൊരു അറ്റാച്ച്മെന്റ് വേണം. sp3 ആണെന്നുണ്ടെങ്കിൽ അതിൽ എന്ത് വേണം? CH3 ഗ്രൂപ്പ് വേണം. sp ആണെന്നുണ്ടെങ്കിലോ C ട്രിപ്പിൾ ബോണ്ട് വരണം. ട്രിപ്പിൾ ബോണ്ട് വന്നാൽ അവരെന്തായി മാറുള്ളൂ? sp ആയിട്ട് മാറുള്ളൂ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് എന്താണ്? ദ സ്റ്റേബിളസ്റ്റ് റാഡിക്കൽ എമംഗ് ദ ഫോളോവിങ്. ഇതിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള റാഡിക്കൽ ആരാണ്? ഈ ഇങ്ങനെ മുകളിൽ വന്നാൽ ഈ ഡോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇയാളെ വിളിക്കുന്ന പേരാണ് റാഡിക്കൽ. ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഡോട്ട് വന്നാൽ ഇവരെ വിളിക്കുന്ന പേരെന്താണ്? റാഡിക്കൽ എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, ഇയാളാണ് എന്ത്? നമ്മുടെ റാഡിക്കൽ. അപ്പൊ ഇതിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള റാഡിക്കൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പൊ നമ്മൾ റാഡിക്കലിന്റെ സ്റ്റെബിലിറ്റിക്ക് എന്തുണ്ട്? നമ്മൾ മറ്റേ കാർബോകാറ്റോന്റെ സ്റ്റെബിലിറ്റി പറഞ്ഞ പോലെ റാഡിക്കൽസിന്റെ സ്റ്റെബിലിറ്റിക്ക് എന്തുണ്ട്? ഒരു ഓർഡർ ഉണ്ട്. അതിന്റെ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ആള് ബെൻസൈലിക് ആണ്. അതായത് ബെൻസൈൽ ഗ്രൂപ്പിനോട് ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിനാണ് എന്ത്? ഏറ്റവും സ്റ്റേബിൾ. ബെൻസൈൽ ഗ്രൂപ്പിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റാഡിക്കൽ, അതായത് ഇങ്ങനെ C6H5C റാഡിക്കൽ, ഇങ്ങനെ അതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആയിരിക്കും എന്ത്? ഏറ്റവും സ്റ്റെബിലിറ്റി കാണിക്കാം. പിന്നെ നമ്മുടെ ടെർഷ്യറി, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി, പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെബിലിറ്റി ആയിരിക്കണം മെയ്തൈൽ. ഓക്കെ, ഇങ്ങനെയാണ് എന്ത്? നമ്മുടെ റാഡിക്കലിന്റെ സ്റ്റെബിലിറ്റി പോകുന്നത്. അപ്പൊ ബെൻസൈൽ കാർബണിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എന്താണ്? ബെൻസൈൽ മോളിക്യൂൾസിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ എന്നാണ് ഏറ്റവും റാഡിക്കൽ. ആ ഒരു റാഡിക്കലിനാണ് ഏറ്റവും സ്റ്റെബിലിറ്റി കൂടുതൽ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഏതാ വരിക? ഇത് നോക്കാം. ഇതിൽ എന്തുണ്ട്? C6H5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബെൻസൈൽ ഗ്രൂപ്പാണ്. C6H5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് ബെൻസൈൽ ഗ്രൂപ്പാണ്. അപ്പൊ ഈ ബെൻസൈൽ ഗ്രൂപ്പ് ഇതിലുണ്ട്. പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് എന്തല്ല, അതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എന്താണ്? കാർബണിലല്ല റാഡിക്കൽ, അതിന്റെ തട്ടടുത്തുള്ള കാർബണിലാണ് റാഡിക്കൽ. അപ്പൊ അതിന്റെ സ്റ്റെബിലിറ്റി എന്ത് ചെയ്തു? കുറഞ്ഞു. ഇവിടെ എടുക്കുന്ന സമയത്തോ ഇതെന്തല്ല, ഇതിനെക്കാട്ടിലും സ്റ്റെബിലിറ്റി കൂടിയ ആൾക്കാരുണ്ടാവാം അല്ലെ. അപ്പൊ നോക്കി C6H5 എടുക്കുന്ന സമയത്ത് അതിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന കാർബണാണ് ഇത്. അതിനാണ് എന്ത്? റാഡിക്കൽ കാണുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ്? അവർക്കാണ് എന്ത്? സ്റ്റെബിലിറ്റി കൂടുതൽ. കാരണം നമ്മൾ പറഞ്ഞു ബെൻസൈൽ ഗ്രൂപ്പിനോട് അറ്റാച്ച് നിൽക്കുന്ന കാർബൺ ആണ് എന്ത്? ഏറ്റവും സ്റ്റെബിലിറ്റി. അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ കണ്ണുമുട്ടി ഇത് ഇടരുത്. കാരണം ഇവിടെ ബെൻസൈലാണല്ലോ, ഇവിടെയും ബെൻസൈലാണല്ലോ. അപ്പൊ എന്തുകൊണ്ട് ഇതായില്ല? കാരണം എന്താണ്? ഇതിനോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന കാർബൺ ആയിരിക്കണം എന്ത്? റാഡിക്കൽ ഉണ്ടാവേണ്ടത്. എന്നാലേ ഇയാൾ എന്താ ഉള്ളൂ? സ്റ്റേബിൾ ആയിട്ട് മാറുള്ളൂ. പിന്നെ നമ്മൾ ടെർഷ്യറിക്കാണ് പിന്നെ സ്റ്റെബിലിറ്റി കൂടുതൽ. അതായത് ഈ ഒരു കാർബൺ ആയിരിക്കും പിന്നെ സ്റ്റെബിലിറ്റി, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി, പിന്നെ മീഥൈൽ ഗ്രൂപ്പ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താണ്? ദ ടെമ്പററി എഫക്ട് വിച്ച് ദർ ഈസ് കംപ്ലീറ്റ് transfer of a shared pair of pi electrons to one of the atoms joined by a multiple bond on the demand of an attacking reagent is called. അതായത് എന്താണ്? ടെമ്പററി എഫക്റ്റ് ആണ്.
അതൊരു പൈ എന്താണ് പൈ ഇലക്ട്രോൺസിന്റെ ആ ഒരു ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ടെമ്പററി എഫക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്, ഒരു അറ്റാക്കിംഗ് റിയേജന്റും കൂടി ഉണ്ട്. അങ്ങനെയുള്ള ഒരു എഫക്റ്റ് നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നാണ്, എന്താണ്, ഒരു ടെമ്പററി എഫക്റ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ്, ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിന്റെ കംപ്ലീറ്റ് ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആക്കണം. ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആക്കണം. അങ്ങനത്തെ ഒരു ടെമ്പററി എഫക്റ്റ് ആണ്. അതുപോലെ തന്നെ എന്തുണ്ട്, ആറ്റംസ് ഒക്കെ ജോയിൻ ചെയ്തിട്ടുള്ള എന്താണ്, ഒരു അറ്റാക്കിംഗ് റിയേജൻസും ഉണ്ട്. ഇതൊക്കെ കൂടി വരുന്ന ഒരു എഫക്റ്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഇലക്ട്രോമെട്രിക് എഫക്റ്റ്. എന്താണ്, ഇലക്ട്രോമെട്രിക് എഫക്റ്റ്. ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുമ്പോഴോ, ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്താണ്, ഒരു പെർമനന്റ് എഫക്റ്റ് ആണ്. ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്താണ്, പെർമനന്റ് എഫക്റ്റ് ആണ്. ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്താണ്, പെർമനന്റ് എഫക്റ്റ് ആണ്. പോലത്തിന് അതെന്തല്ല, പൈ ബോണ്ടിലല്ല കാണിക്കുക, അതെന്താണ്, സിഗ്മ ബോണ്ടിലാണ് എന്ത് കാണിക്കുക, നമ്മുടെ ഇൻഡക്റ്റീവ് എഫക്റ്റ് കാണിക്കുക. നെക്സ്റ്റ് എന്താണ്, റെസൊണൻസ് എഫക്റ്റ്. നമുക്കൊക്കെ അറിയാം റെസൊണൻസ് അല്ലേ. റെസൊണൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡീലോക്കലൈസേഷൻ ആണ്. കാരണം അവിടെ ഇലക്ട്രോൺസും ബോണ്ടും ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡീലോക്കലൈസേഷൻ. അതിന്റെ ഒരു പൊസിഷൻ അതെന്താണ്, ഷിഫ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് എന്ത്, റെസൊണൻസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ്, അവിടെ പെർമനന്റ് ഡീലോക്കലൈസേഷൻ ആണ് നടക്കുന്നത്. എന്തിന്റെ, പൈ ഇലക്ട്രോൺസ്, ഡബിൾ ബോണ്ട് ആണ് എന്താ അവിടെ ഷിഫ്റ്റ് നടക്കുന്നത് അല്ലെ. പെർമനന്റ് ഡീലോക്കലൈസേഷൻ, പെർമനന്റ് ഡീലോക്കലൈസേഷൻ ഓഫ് എന്തിന്റെയാണ്, പൈ ഇലക്ട്രോൺ. പൈ ഇലക്ട്രോൺ ആവാൻ കാരണം എന്താണ്, അവിടെ ഡബിൾ ബോണ്ട് ആണ് അവിടെ നടക്കുന്നത്. നെക്സ്റ്റ് എന്താണ്, ഹൈപ്പർ കോൺജുഗേഷൻ. ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെസൊണൻസ് ഇഫക്റ്റ് പോലെ തന്നെയാണ്. പക്ഷെ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിഗ്മ ബോണ്ട് ഡീലോക്കലൈസേഷൻ ആണ് നടക്കുന്നത്. അവിടെ എന്താണ്, സിഗ്മ ഇലക്ട്രോൺസിന്റെ എന്ത് നടക്കും, ഡീലോക്കലൈസേഷൻ നടക്കും. അതാണ് എന്ത്, ഹൈപ്പർ കോൺജുഗേഷൻ. അപ്പം 4 എഫക്റ്റ് മനസ്സിലായില്ലേ. ഇൻഡക്റ്റീവ് എഫക്ട് എന്നാൽ പെർമനന്റ് ആയിരിക്കും, സിഗ്മ ബോണ്ടിലാണ് നടക്കുക. റെസൊണൻസ് എന്ന് പറയുമ്പോഴോ ഡീലോക്കലൈസേഷൻ ആണ്, പെർമനന്റ് ആയിട്ടുള്ള ഡീലോക്കലൈസേഷൻ ആണ് അവിടെ പൈ ഇലക്ട്രോൺസിലാണ് നടക്കാം. ഇനി സിഗ്മ ഇലക്ട്രോൺസിലാണ് ഡീലോക്കലൈസേഷൻ നടക്കാന്നുണ്ടെങ്കിൽ അതെന്താണ്, ഹൈപ്പർ കോൺജുഗേഷൻ ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള എന്താണ്, ടെമ്പററി ആയിട്ടുള്ള എന്ത്, പൈ ഇലക്ട്രോണിലുള്ള ഒരു കംപ്ലീറ്റ് ഷെയർനെസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ അതെന്താണ്, ഇലക്ട്രോമെറിക് എഫക്റ്റ് ആണ്. എന്താണ്, ഇലക്ട്രോമെറിക് എഫക്റ്റ് ആണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ആക്ട് ആസ് എ ന്യൂക്ലിയോഫൈൽ. ഇതിൽ കാണുന്നതിൽ ഏതാണ് ഒരു ന്യൂക്ലിയോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യാത്തത്? അപ്പൊ ആദ്യം തരണം, എന്താണ് ന്യൂക്ലിയോഫൈൽ. ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇലക്ട്രോൺ ഡോണർ. ന്യൂക്ലിയോഫൈൽ എന്താണ്, ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇലക്ട്രോൺ ഡോണർ ആണ് ന്യൂക്ലിയോഫൈൽ. ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇലക്ട്രോൺ ഡോണർ. ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾ, അതായത് ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന ആളാണ് ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ഇങ്ങനെ ഇവിടെ ഒരു സൈന് മൈനസ് ആണ് വരാന്നുണ്ടെങ്കിൽ എന്താണ്, ഇങ്ങനെ മൈനസ് ആണ് സൈന് വരാന്നുണ്ടെങ്കിൽ നമ്മൾ ഓർത്തിരിക്കുക, മൈനസ് സൈൻ ആണ് നമ്മുടെ ലാസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അതിൽ എന്താണ്, അത്രയും എക്സസീവ് ആയിട്ട് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്, മൈനസ് വന്നത്. അപ്പൊ എക്സസീവ് ആയിട്ട് ആളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവർക്ക് അത്രയും ഇലക്ട്രോൺസിന്റെ പോലെ തന്നെ എക്സ്ട്രാ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും, ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും. അവർക്ക് ആവശ്യമുള്ളതിലേറെ എന്ത് ഇലക്ട്രോൺസ് അവരുടെ ആ ഒരു ഓർബിറ്റിൽ കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കാണുമ്പോഴാണ് എന്ത് വരിക, മൈനസ് സൈന് വരിക. അപ്പൊ നമ്മുടെ ഈ CH3O മൈനസ്, ഈ മൈനസ് എന്താ സൂചിപ്പിക്കുന്നത്, അവർക്ക് എക്സസ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ അവർ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും അല്ലെ. അപ്പൊ ഇയാൾ എന്താണ്, ഇയാൾ ഒരു ന്യൂക്ലിയോഫൈൽ ആണ്. കാരണം എന്താണ്, ഇയാൾ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും, ഇയാൾക്ക് എന്തുണ്ട്, എക്സസ് ആയിട്ട് ഇലക്ട്രോൺ ഉണ്ട്. അതാണ് ആ മൈനസ് സൈനെ സൂചിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ ഇയാൾ എന്താണ്, ഒരു ഇലക്ട്രോഫൈൽ ആണ്, ന്യൂക്ലിയോഫൈൽ ആണ്. H2 എടുക്കുന്ന സമയത്ത് എന്താണ്, H2Oയിൽ എന്തുണ്ട്, ഓക്സിജൻ ഉണ്ട്. ഈ ഓക്സിജൻ എന്താണ്, ഒരു ലോൺ പെയർ ആണ്. ഓക്സിജൻ എന്താണ്, ലോൺ പെയർ ആണ്. നമ്മുടെ H2Oയിൽ കാണുന്ന ഓക്സിജൻ എന്ന് പറയുന്നത്, H2Oയിൽ കാണുന്ന ഓക്സിജൻ എന്താണ്, ലോൺ പെയർ ആണ്. ഈ ലോൺ പെയർസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ഷെയർ ഇലക്ട്രോൺസ്. അവരെന്ത് ചെയ്യും, ഇലക്ട്രോൺസിന് അവരെന്ത് ചെയ്യും, അവർ ഷെയർ ചെയ്യും. ഷെയർ ഇലക്ട്രോൺസ്. ഈ ലോൺ പെയർസ് എന്ത് ചെയ്യും, ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യും. അവരിൽ എന്താണ്, എക്സ്ട്രാ ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇയാളും എന്താണ്, ഇയാളും ഒരു ന്യൂക്ലിയോഫൈൽ ആണ്. നമുക്ക് വേണ്ടത് എന്താണ്, കനോട്ട് ആക്ട് ആസ് എ ന്യൂക്ലിയോഫൈൽ. ഒരു ന്യൂക്ലിയോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യാത്ത ആളെ നമുക്ക് വേണ്ടത്. ഈ CH3 എന്താണ്, NH2 എടുക്കുന്ന സമയത്ത്, CH3NH2 എടുക്കുന്ന സമയത്ത് അതിൽ എന്തുണ്ട്,
നൈട്രജൻ എന്തുണ്ട്? 2 ലോൺ പെയർ, ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ഇതിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഇവർക്കും എന്തുണ്ട്? ഒരു ലോൺ പെയർ ഉണ്ട്. ഓക്കെ, ഇവർക്കും എന്തുണ്ട്? ലോൺ പെയർ ഉണ്ട്. അവർ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ ഷെയർ ചെയ്യും. അപ്പൊ ഇവരും എന്താണ്? ന്യൂക്ലിയോഫൈൽ ആണ്. ഇനി നോക്കാം, CH3 ത്രൈസ് പ്ലസ്. അപ്പൊ മൈനസ് സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സസ് ഇലക്ട്രോൺസിനെ സൂചിപ്പിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, പ്ലസ് സൈൻ ആണെന്നുണ്ടെങ്കിലോ അവർക്ക് എന്തില്ല? അവരുടെ ഓർബിറ്റ് കംപ്ലീറ്റ് അല്ല, അവർ ഒക്ടേറ്റ് കംപ്ലീറ്റ് അല്ല, അവർക്ക് എന്ത് വേണം? ഇനിയും ഇലക്ട്രോൺസിനെ വേണം. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഇവർ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ പ്ലസ് സൈൻ ആണെന്നുണ്ടെങ്കിൽ ഇവരെന്താണ്? ഇവർ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം ഇവർക്ക് എന്ത് വേണം? ഇനിയും അവരെ ഒക്ടേറ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്ത് വേണം? ഇലക്ട്രോൺസിനെ വേണം. ഇവർക്ക് എന്തില്ല? അത്യാവശ്യത്തിന് വേണ്ട ഇലക്ട്രോൺസ് അവർക്ക് ഇല്ല. അതാണ് ഇവർ ഈ ഒരു പ്ലസ് സൈൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കനോട്ട് ആക്ട് ആസ് എ ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ന്യൂക്ലിയോഫൈൽ അല്ലാത്ത ഒരാളാരാന്ന് ചോദിച്ചാൽ ഈ പ്ലസ് സൈൻ കാണിക്കുന്ന ആൾ തന്നെ. നമ്മുടെ CH3 ത്രൈസ് എന്താണ്? പ്ലസ് തന്നെയാണ് എന്ത് വരിക? ന്യൂക്ലിയോഫൈൽ അല്ലാത്ത ആൾ. കാരണം അയാൾക്ക് എന്തില്ല? അയാളുടെ ഓൾറെഡി അയാൾക്ക് ഇലക്ട്രോണിക് കുറവാണ്. അപ്പൊ പിന്നെ ഇയാൾ ഇനി ഡൊണേറ്റ് ചെയ്യോ? ഇല്ലല്ലോ, ഇയാൾ ഇനി അക്സെപ്റ്റ് ചെയ്യുള്ളൂ. കാരണം ഇയാൾക്ക് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ പോലും എന്തില്ല? ഇലക്ട്രോൺ ഇല്ല. ഇയാൾ ഒക്ടേറ്റ് കംപ്ലീറ്റ് ആവാനുള്ള ഇലക്ട്രോൺ പോലും ഇയാളെ കയ്യിലില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇയാൾ എന്തില്ല? ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യൂല, അല്ലേ? നെക്സ്റ്റ് എടുത്ത് നോക്കുമ്പോൾ നെക്സ്റ്റ് എക്സാമ്പിൾ മൈനസ് സൈൻ ആണ്. മൈനസ് സൈൻ എന്താണ്? അവർ എടുത്ത അത്രയും എക്സ്ട്രാ ഇലക്ട്രോൺസ് ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താണ്? ദ കറക്റ്റ് IUPAC നെയിം ഓഫ് ദ ആസിഡ്. ഈ ഒരു ആസിഡിന്റെ കറക്റ്റ് IUPAC നെയിം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് IUPAC നെയിം കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ലോങ്സ്റ്റ് ചെയിൻ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കിതിന് എന്തെല്ലാം ഇങ്ങനെ വേണമെങ്കിൽ ചെയിൻ ആക്കാം, അല്ലേ? ഇങ്ങനെ ചെയിൻ ആക്കാം, ഇങ്ങനെ ചെയിൻ ആക്കാം, അല്ലേ? ഇങ്ങനൊക്കെ ചെയിൻ ആക്കാം. അപ്പൊ ഇതിൽ നമ്മൾ ഇതിന്റെ ലോങ്സ്റ്റ് ചെയിൻ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ 1 2 3 4 5 ഇലക്ട്രോൺസ് ഉണ്ടാവുള്ളൂ. സോറി, 5 കാർബൺസ് ഉണ്ടാവുള്ളൂ. 1 2 3 4 5. ഓക്കെ, അപ്പൊ അതിലേറെ കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നോക്കാം. നമുക്ക് ഇത് നോക്കുമ്പോഴോ 1 2 3 4 5 6 അല്ലെ? ഇവിടെ എന്തുണ്ട്? നമുക്ക് 6 കാർബൺസിന് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതാണ് ലോങ്സ്റ്റ് ചെയിൻ. ലോങ്സ്റ്റ് ചെയിൻ ഇതാണെന്ന് മനസ്സിലായി. ഇപ്പൊ ലോങ്സ്റ്റ് ചെയിൻ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ ചെയിൻ എന്തായിരിക്കും? ഹെക്സ് ആയിരിക്കും വരാം. അപ്പൊ നമ്മുടെ ഓരോ ഓപ്ഷൻസ് നോക്കുമ്പോൾ എല്ലാ ഓപ്ഷൻസും എന്താണ്? ഹെക്സ് ആണ്. ഒന്ന് മാത്രമേ പെൻജ് ഉള്ളൂ. അപ്പൊ ഇയാളെ നമുക്ക് ഫസ്റ്റ് തന്നെ ഔട്ട് ആക്കാം. ബാക്കിയുള്ള 4 ആൾക്കാരെ നോക്കാം. അപ്പൊ ഒരാൾ ആദ്യം തന്നെ പോയി, ബാക്കിയുള്ളത് നോക്കാം. അപ്പൊ എന്താണ് ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറയുന്നത്? എന്താണ്? 1 2 3 4 5 6. അപ്പൊ ഹെക്സ് ആണ്, അതായത് 6 കാർബൺ ആണ് നമ്മുടെ ലോങ്സ്റ്റ് ചെയിൻ. ഇത് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പൊ ഏറ്റവും ഇവിടെ ഉള്ളത് COOH ആസിഡ് ഗ്രൂപ്പ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് നെയിമിംഗ് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ആസിഡ് ഫസ്റ്റ് ആസിഡിന് ഫസ്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ടോ നോക്കാം. അപ്പൊ നോക്കുന്ന സമയത്ത് എന്താണ്? ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മുടെ ആസിഡിന്റെ വരിക. അപ്പൊ 1 OH ആസിഡ് ഉണ്ട്, ഇവിടെയും 1 OH ആസിഡ് ഉണ്ട്, ബാക്കി ഇവിടെയും 1 OH ആസിഡ് ആണ്, ഇവിടെയും 1. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ്? 1 2 3. അപ്പൊ നമുക്ക് ഈ 2 ഓപ്ഷൻസ് കട്ട് ചെയ്തു, ബാക്കി 3 ഓപ്ഷൻസിൽ ഏതോ ആണ് കറക്റ്റ് എന്ന് കിട്ടി. കാരണം നമ്മുടെ ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പൊ ഇതിന് പ്രയോറിറ്റി കൊടുക്കണം. എന്ത് വേണം? അതിനാണ് എന്ത് ഫസ്റ്റ് നമ്പർ കൊടുക്കേണ്ടത്. അപ്പൊ എന്ത് കൊടുത്തു? 1 2 3 4 അല്ലെ? 1 2 3 4 5 6 എന്ന് കൊടുക്കണം, അല്ലേ? വരച്ച് കാണിക്കാം, അതാവും നല്ലത്. C ഡബിൾ ബോണ്ട് C, OH, പിന്നെ ഇവിടെ ഒരു ഈഥൈൽ ഗ്രൂപ്പ്. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് നമ്പറിങ് കൊടുത്തു. 1 2 3 4 5 6. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് 2 ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെ? ഇവിടെ ഒരു ആസിഡ് കാണുന്നുണ്ട്, ഇവിടെ ഒരു ഈഥൈലും ഇവിടെ ഒരു മീഥൈലും. ഒറ്റ ലൈൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഒറ്റ ലൈൻ ആണെന്നുണ്ടെങ്കിൽ ഈഥൈലാണ്, ഇത് അല്ല സോറി മീഥൈലാണ്. 2 ലൈൻ ആണെങ്കിലോ CH2 CH3 ആണ്. അതെന്താണ്? ഈഥൈൽ ഗ്രൂപ്പ് ആണ്. ഇതെന്താണ്? CH3 മാത്രമുള്ളെങ്കിൽ അതെന്താണ്? മീഥൈൽ ഗ്രൂപ്പ് ആണ്. ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ പിന്നെ ഇതെന്താണ്? ഇത് ആസിഡ് ആണ്. അപ്പൊ നമുക്ക് കിട്ടി ഇതെന്താണ്? ഹെക്സ് 1 OH ആസിഡ് ആണെന്ന് നമുക്ക് കിട്ടി. ലാസ്റ്റ് ഭാഗം കിട്ടി. ഹെക്സ് ആണ്, ഒറ്റ ഫസ്റ്റ് കാർബണിലാണ് നമ്മുടെ ആസിഡ് ഉള്ളതെന്ന് കിട്ടി, അല്ലേ? ഇനി നമുക്ക് എന്ത് വേണം? ഇതെന്ത് വേണം? ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ ഡബിൾ ബോണ്ട് നമ്മൾ സൂചിപ്പിക്കണം. അപ്പൊ എത്രാമത്തെ? 3ാമത്തെ കാർബൺ ആണ്. അപ്പൊ 3 അല്ലേ? ഹെക്സ് 3 OH ആസിഡ്. ഹെക്സ് 3 OH ആസിഡുള്ള 2 ഓപ്ഷൻസ് ആണുള്ളത്. ഹെക്സ് 3 OH ആസിഡ്. അപ്പൊ ഏറ്റവും ലാസ്റ്റ് കിട്ടി നമുക്ക് ഹെക്സ് 3ാമത്തേലാണ് ഡബിൾ ബോണ്ട് ഉള്ളത്. അപ്പൊ ഹെക്സ് 3 1 OH ആസിഡ് ആണെന്ന് കിട്ടി. ഇതിന് മുന്നുള്ള ആൾക്കാർ കാണാം. ഇനി നമുക്ക് എന്ത് വേണം?
ഇനി നമ്മൾ നെയിമിംഗ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ 2 ബ്രാഞ്ചിനാണ് കൊടുക്കേണ്ടത്. അപ്പൊ അതിൽ ആർക്കാണ് പ്രയോറിറ്റി? പ്രയോറിറ്റി നമ്മൾ ആൽഫബറ്റിക് ABCD ആൽഫബറ്റിക് ഓർഡറിലാണ് പ്രയോറിറ്റി പോകുക. അപ്പൊ പ്രയോറിറ്റി പോകുമ്പോൾ ഈതയിലാണോ മീതയിലാണോ പ്രയോറിറ്റി കൊടുക്കുക? ഈതയിലിനാണ്, കാരണം ഇ ആണ് എമ്മിനെക്കാളും മുന്നുള്ളത്. അപ്പൊ ഈതയിലായിരിക്കണം. അപ്പൊ എന്താണ് 3 ഈതൈൽ 4 മീതൈൽ വരും അല്ലെ? 3 ഈതൈൽ 4 മീതൈൽ എന്ത് വരും? ഹെക്സ് 3 ഈൻ പെന്റനോയിക് ആസിഡ് വരും അല്ലെ? 3 ഈതൈൽ 4 മീതൈൽ ഹെക്സ് 3 ഈൻ 1 ഓയിക് ആസിഡ് എന്ന് വരും. അല്ലെ? നമുക്ക് പേര് കിട്ടി എന്ത്? 3 ഈതൈൽ 4 മീതൈൽ ഹെക്സ് 3 ഈൻ 1 ഓയിക് ആസിഡ് എന്ന് കിട്ടി. ഇതെങ്ങനെ കിട്ടിയെന്ന് ക്ലിയർ അല്ലേ? 1 ഓയിക് ആസിഡ് എന്ന് കിട്ടി. കാരണം നമ്മൾ ആദ്യം നോക്കിയത് ഇതിൽ ഏറ്റവും ലോങ്സ്റ്റ് ബ്രാഞ്ച് വരണം അല്ലെ? ലോങ്സ്റ്റ് ചെയിൻ, ബ്രാഞ്ച് അല്ല, ലോങ്സ്റ്റ് ചെയിൻ ആയിരിക്കണം. നമ്മൾ ലോങ്സ്റ്റ് ചെയിൻ കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മുടെ എന്ത് കണ്ടുപിടിച്ചു? പിന്നെ ഏറ്റവും ഫങ്ഷണൽ ഗ്രൂപ്പിനെ കണ്ടുപിടിച്ചു. അത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഫസ്റ്റ് കാർബണിലാണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഭാഗം കിട്ടി. പിന്നെ നമുക്ക് ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. പിന്നെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് ഡബിൾ ബോണ്ടിനാണ്. പിന്നെ നമ്മുടെ 2 ബ്രാഞ്ചസിനെ കിട്ടി. പക്ഷെ ഇവിടെ എന്തുണ്ട്? ഇയും സെഡും ഉണ്ട്. ഓക്കെ, സെഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇതിൽ ഏറ്റവും പ്രയോറിറ്റി കൂടിയ ആളെന്ന് പറയുന്നത് നമ്മൾ ബ്രാഞ്ച് എടുക്കുന്ന സമയത്ത് ഏറ്റവും പ്രയോറിറ്റി ആസിഡിനാണ്, COOH-നാണ്. പിന്നെ ഈതൈൽ ഗ്രൂപ്പിനാണ്. പിന്നെ ആർക്കാണ്? പിന്നെയാണ് നമ്മുടെ മീതൈൽ ഗ്രൂപ്പ്. കാരണം എന്താണ്? COOH അല്ലേ? നോക്കാം, COOH അതിലെന്തുണ്ട്? ഒരു കാർബൺ, 2 ഓക്സിജൻ, ഒരു ഹൈഡ്രജൻ. അപ്പൊ 2 ഓക്സിജൻ എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ നന്നായിട്ട് കൂടും. പിന്നെ ഈതൈൽ CH2 CH3 അല്ലെ? പിന്നെയാണ് മീതൈൽ. കാരണം മീതൈൽ എന്നുള്ള ഒരു കാർബണോ 3 ഹൈഡ്രജനോ ഉള്ളൂ. ഇതിൽ 2 കാർബണും 5 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ അറ്റോമിക് നമ്പർ നന്നായിട്ട് കൂടും. അപ്പൊ നമ്മൾ പ്രയോറിറ്റി നോക്കുന്ന സമയത്ത് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട ആള് ആസിഡിനാണ്. പിന്നെ ഈതൈൽ, പിന്നെ മീതൈൽ. ഓക്കെ, അപ്പൊ ഏറ്റവും പ്രയോറിറ്റി കൂടിയ ആൾക്കാർ സെയിം സൈഡിലാണ് വരിക. പ്രയോറിറ്റി കൂടിയ ആൾക്കാർ സെയിം സൈഡിലാണ് വരുന്നുണ്ടെങ്കിൽ അതെന്താണ്? Z കോൺഫിഗറേഷൻ ആണ് വരിക. ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ അവരെന്തായിട്ട് മാറും? അവർ ഈ കോൺഫിഗറേഷൻ ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ ഈ ഒരു കാർബൺ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ ഒരു സൈഡിലാണ് എന്ത് വരിക? ഈതൈല്. അതിന്റെ അടുത്ത സൈഡിലാണ് എന്ത് വരിക? ആസിഡ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് രണ്ടും എന്താണ്? ഓപ്പോസിറ്റ് സൈഡിലാണ്. ഈ ഒരു കാർബണിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് എന്ത്? 2 പ്രയോറിറ്റി കൂടിയ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പൊ എന്തായി മാറി? E ആയിട്ട് മാറി. ഇനിയിപ്പോ ഇത് 2 സെയിം സൈഡിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ എന്തായിട്ട് മാറും? ഇവര് Z ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ D ആണ്. ഓപ്ഷൻ E ആണ് എന്ത്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ അല്ലേ? UPSC നെയിമിംഗ് കൊടുക്കൽ ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എന്ത് നമ്മുടെ ഈ ഒരു ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ കാര്യമായിട്ട് വരുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് കാർബോകാറ്റോണിന്റെ സ്റ്റെബിലിറ്റി, കാർബോകാറ്റോൺസിന്റെ ഓർഡർ, പിന്നെ എന്താണ്, പിന്നെ ആംബിഡന്റ് ലിഗാൻസ്, ആംബിഡന്റ് ന്യൂക്ലിയോഫൈൽസ് എന്താണ്, IUPAC നെയിമിംഗ്, ഇങ്ങനത്തെ കോംപ്ലക്സ് സ്ട്രക്ചേഴ്സിന്റെ IUPAC നെയിമിംഗ് വരും. പിന്നെന്താണ്, പിന്നെ എനാൻഷ്യോമേഴ്സ്, കൈറൽ കാർബൺ ഏതാണ്, ഐസോമറിസം, ഇതൊക്കെയാണ് എന്താ നമ്മൾ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ്, ഇങ്ങനത്തെ എന്താണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻഡക്റ്റീവ് എഫക്റ്റ്, റെസൊണൻസ് ഇഫക്റ്റ്, ഇതൊക്കെയാണ് എന്താ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ ഇതിന് വരുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഏകദേശം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും നിങ്ങളുടെ കീം എക്സാമിനും ചോദിക്കാം. ഇതൊക്കെ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് എന്താ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങൾ കീം എക്സാം പോകുമ്പോൾ. കാരണം ഇത് ചിലപ്പോൾ റിപ്പീറ്റഡ്ലി ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ ഡിഫറൻറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിന് ചോദിക്കുക. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സെക്ഷൻ. താങ്ക് യു.